ഹലോ, എല്ലാവരും സുഖായിരിക്കുന്നോ? ഈ ബീഫ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു വികാരം തന്നെയാണല്ലേ. അതിപ്പോ കറിയാണേലും ഫ്രൈ ആണേലും ഉലർത്താണേലും എന്താണേലും. അപ്പൊ നമുക്കിന്ന് ഒരു ബീഫ് കറിയുടെ റെസിപ്പി നോക്കാം. ആദ്യമായിട്ട് 3/4 കിലോ കഴുകി വൃത്തിയാക്കിയ ഇറച്ചിയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മീറ്റ് മസാല. അത് ഏത് കമ്പനിയുടെ ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ഈസ്റ്റേണിന്റെ ആണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ ഈ മീറ്റ് മസാലയും കൂടി ചേർക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരല്പം കറിവേപ്പിലയും. ഇനി ഒരു ലേശം വെളിച്ചെണ്ണ, ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായി ഈ മസാലയെല്ലാം ഇതിൽ തിരുമ്മി പിടിപ്പിക്കുക. കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മുക. എന്നിട്ടൊരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ്. ഇല്ലെങ്കിൽ നമുക്ക് ധൃതിയാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നന്നായി ഒന്ന് തിരുമുക. എന്നിട്ട് അവിടെ മാറ്റി വെക്കുക. ഞാനിപ്പോൾ ഒരു ചട്ടിയിലേക്ക് ഇതെല്ലാം നന്നായി തിരുമ്മി പിടിപ്പിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്കിത് ഒരു കുക്കറിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു 5-6 വിസിൽ വരെ വേവിക്കാം. ഈ മീറ്റിന്റെ വേവ് അനുസരിച്ച് വേണം ചെയ്യാൻ കേട്ടോ. ഇവിടെ എനിക്കൊരു 5-6 വിസിൽ വേണ്ടി വന്നു. ചില ആളുകൾക്ക് ചിലപ്പോൾ ഇതിന് മൂപ്പ് കൂടുതലാണെങ്കിൽ കുറച്ചേറെ നേരം വേണ്ടി വരും. അപ്പോൾ ഒരു 5-6 വിസിൽ അടുപ്പിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1-2 വിസിൽ രണ്ടാമത് അടുപ്പിക്കുക. ആദ്യം ഒന്നിച്ച് കൂടുതൽ വിസിൽ അടുപ്പിക്കുകയാണെങ്കിൽ ഇത് വല്ലാതെ വെന്ത് കലങ്ങി പോകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ ബീഫെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. കറക്റ്റ് വേവാണ്, അത് നോക്കി ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇതിന് നാര് നാര് പോലെ വല്ലാതെ വെന്ത് കലങ്ങിപ്പോവും. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാനോ ചീനച്ചട്ടി അങ്ങനെ എന്തെങ്കിലും. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വെളിച്ചെണ്ണ കൂടുതൽ യൂസ് ചെയ്യുന്നതിന് പ്രശ്നമില്ലാത്തവർക്ക് കൂടുതൽ, അല്ലെങ്കിൽ കുറച്ച് ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് പൊട്ടിക്കാം. പെരുംജീരകം പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് നീളത്തിലരിഞ്ഞ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്റെ വീട്ടില് ബീഫ് കറിയില് തേങ്ങാക്കൊത്ത് മുഴുവൻ കഴിക്കുന്നത് ഞാനാണ്. മിക്കവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. അത് ഉലർത്തിയതാണേലും ഒക്കെ ആ തേങ്ങാക്കൊത്ത് അതിനകത്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പൊ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കറിവേപ്പിലയുടെയും പെരുംജീരകത്തിൻ്റെ എല്ലാം ആ ഒരു ടേസ്റ്റും ഫ്ലേവറും നമ്മുടെ ഈ തേങ്ങയിലേക്ക് നന്നായി പിടിക്കും കേട്ടോ. തേങ്ങയൊക്കെ തേപ്പിച്ച് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ സവാളയ്ക്കും നമ്മളിപ്പോൾ ഇതിലേക്ക് കൊച്ചുള്ളി ഇടുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഒരു ലേശം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവാള എന്നിട്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടും കേട്ടോ. ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞ 1 കപ്പ് കൊച്ചുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളിയും സവാളയും ഒക്കെ നന്നായിട്ട് ഈ എണ്ണയിൽ നന്നായിട്ട് മൂത്ത് വരട്ടെ. ഒരു ചെറിയൊരു ബ്രൗൺ കളർ വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് വരാം. ഞാൻ ദേ ഇപ്പം ഇത്ര എടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളവർക്കും അങ്ങനെ ചേർക്കാം കേട്ടോ. എപ്പോഴും നമ്മൾ ഈ മീറ്റൊക്കെ കറി വെക്കുമ്പോൾ നമ്മൾ ഫ്രഷ്ലി കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഫ്രഷ് ആയിട്ട് ചതച്ചെടുക്കുന്നതായിരിക്കും നല്ല ഫ്ലേവർ കേട്ടോ. ഇതിപ്പം ചതച്ചത് 2 ടീസ്പൂൺ വീതമുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും 2 ടീസ്പൂൺ വീതം. നമ്മുടെ സവാളയുടെ ഒക്കെ കളർ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ടിട്ട് ഇതിന്റെ പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റണം. ഈ മസാല കറികൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ വഴറ്റുന്നത് പ്രോപ്പർ അല്ലെങ്കിൽ ഒരു മസാലക്കുത്ത് കാണും. അതുകൊണ്ട് ഈ സ്മെല്ല് മാറുന്നവരെ ഈ പൊടിയാണേലും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ആണെങ്കിലും നന്നായി വഴറ്റിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം തന്നെ നമ്മുടെ കറി നല്ല പെർഫെക്റ്റ് ആയിരിക്കും. ഇതെല്ലാം നന്നായി മൂത്ത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല പച്ചമണം എല്ലാം മാറി നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നേരത്തെയും ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഇതിലേക്ക് മീറ്റ് മസാല, ഒരു 1/2 ടീസ്പൂൺ മീറ്റ് മസാല. അതിൻ്റെ കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറണം. ഈ സമയത്ത് തീ ഏറ്റവും കുറച്ച് വെക്കുക. പൊടികൾ കരിഞ്ഞു പോകരുതെന്നാൽ നന്നായി മൂത്ത് നല്ല മണം വരെയും വേണം. തീ കൂട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും കേട്ടോ. ഇപ്പം പൊടികളെല്ലാം നല്ലതായിട്ട് വഴണ്ട് നല്ല കളറായിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
എനിക്ക് ഇത്തവണ കിട്ടിയ നല്ല ഇറച്ചിയായിരുന്നു കേട്ടോ. നല്ല 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 ഫ്ലേവർ ഉണ്ട്, നല്ല പെട്ടെന്ന് വേവ്, നല്ല രുചിയുള്ള ഇറച്ചിയായിരുന്നു. ചിലപ്പോൾ ഒക്കെ നമുക്ക് കിട്ടുന്നത് അത്ര ടേസ്റ്റുള്ള ഇറച്ചി ആയിരിക്കത്തില്ല. ഇറച്ചി എപ്പോഴും നല്ലത് നോക്കി മേടിക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് ഈ മസാല എല്ലാം ഇതിലൊന്ന് ഇളക്കി മസാല എല്ലായിടത്തും ഒന്ന് പിടിക്കട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ കുക്കറിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ച കുക്കർ തന്നെ കഴുകി, നല്ല നെയ്യുള്ള ബീഫായിരുന്നു. അപ്പം കുക്കറെല്ലാം ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, ഫ്രഷ്ലി ചതച്ച് ഇതിലേക്ക് ചേർത്തിട്ട് തീ കുറച്ച് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. കറി ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല മണം വരട്ടെ. ഇപ്പം തന്നെ ഇവിടെ നിൽക്കാൻ വയ്യട്ടോ, അത്ര സൂപ്പർ മണമാണ്. ഇപ്പോഴേ ഇച്ചിരി ചോറെടുത്തിട്ടങ്ങ് കഴിക്കാനാണ് തോന്നുന്നത്. ഇപ്പം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മുടെ കറി വെന്ത് നമ്മൾ ഇറക്കുന്ന പാകമാകുമ്പോഴേക്കും നല്ല കളർ വരും. നല്ല ബ്രൗൺ കളറിൽ നല്ല ഭംഗിയുള്ള കളർ വരും. ഇപ്പം ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. എപ്പോഴും കുരുമുളകൊക്കെ ഫ്രഷ് ആയിട്ട് ചതച്ചെടുക്കാൻ നോക്കാം. നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ചോറിനോ ചപ്പാത്തിക്കോ അപ്പത്തിനോ പൊറോട്ടയ്ക്കോ എല്ലാം, പുട്ടിനും എല്ലാം എന്നാ ടേസ്റ്റാണെന്ന് അറിയുമോ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മുടെ കറി എല്ലാം റെഡിയായി, ഇനി വിളമ്പി നമ്മൾ കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.